നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വരൾച്ചയിൽ പരിഹാരം തേടി. വരൾച്ചാ ഭീഷണി നേരിടാൻ പുതിയ പരീക്ഷണത്തിന് സർക്കാർ ആലോചന. പ്രശ്നപരിഹാരത്തിന് കൃത്രിമ മഴയ്ക്ക് സാധ്യത തേടുമെന്ന് മുഖ്യമന്ത്രി. ആലോചന ക്ലൗഡ് സീഡിംഗ് രീതിയിലുള്ള പരീക്ഷണത്തിന്. വരൾച്ച നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ മറുപടി. ഷാഫി പറമ്പിൽ MLA കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടിയായി. വരൾച്ചയെ തുടർന്ന് കൃഷി നശിച്ച എല്ലാവർക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകും. മഴ ലഭിക്കാത്തത് LDFന്റെ കുറ്റമാണോ എന്ന് പ്രതിപക്ഷം ആലോചിക്കണമെന്നും പിണറായി വിജയൻ. വിനായകൻ നടൻ. തിളക്കം ചൂടി രജീഷ. തേച്ചുമിനുക്കാത്ത അഭിനയത്തിന്റെ കരുത്തിൽ കമ്മട്ടിപ്പാടത്തിലൂടെ വിനായകന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം. മികച്ച നടിയായി അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ രജീഷ വിജയൻ. സംവിധാന കലയിലെ ആൺകോയ്മയ്ക്ക് മുന്നിൽ മാൻഹോളിലൂടെ പെൺപ്രതിഭയ്ക്ക് തിളക്കം ചേർത്ത് വിധു വിൻസെന്റ്. പോയ വർഷത്തെ മികച്ച കഥാചിത്രവും മാൻഹോൾ. മഹേഷിന്റെ പ്രതികാരത്തിലൂടെ മൂടുപടമില്ലാത്ത ജീവിതം പകർത്തിയ ശ്യാം പുഷ്കരൻ മികച്ച തിരക്കഥാകൃത്ത്. കാമ്പോജിയിലെ ഗാനത്തിലൂടെ ONVയ്ക്കും ഗായികയായി ചിത്രയ്ക്കും പുരസ്കാരം. ഇതേ ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകനായി M ജയചന്ദ്രനും നൃത്ത സംവിധായകനായി നടൻ വിനീതും. മികച്ച ഗായകനായി ഗപ്പിയിലൂടെ സംസ്ഥാന പുരസ്കാരം നേടി സൂരജ് സന്തോഷ്. പശ്ചാത്തല സംഗീതത്തിനും മികച്ച ബാലതാരത്തിനുമുള്ള പുരസ്കാരങ്ങളും ഗപ്പിക്ക്. കാടുപൂക്കുന്ന നേരം പകർത്തിയ MJ രാധാകൃഷ്ണൻ മികച്ച ഛായാഗ്രാഹകൻ. ജനപ്രീതിയും കലാമേന്മയും ചേർന്ന സിനിമ മഹേഷിന്റെ പ്രതികാരം. കതിരൂരിൽ തിരിച്ചടി. കതിരൂർ മനോജ് വധക്കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. എറണാകുളം CBI കോടതിയിൽ വാദം കേൾക്കണമെന്ന് ഉത്തരവ്. CBI അന്വേഷിച്ച കേസിൽ വാദം നടക്കേണ്ടത് CBI കോടതിയിലെന്നും നിരീക്ഷണം. മനോജ് വധക്കേസിൽ പ്രതിപട്ടികയിലുള്ളത് P ജയരാജൻ ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകർ. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ CBI അന്വേഷണം ഏറ്റെടുത്തത് ഒക്ടോബർ 28-ന്. കേസിൽ എല്ലാ കക്ഷികളോടും ഏപ്രിൽ 10-ന് ഹാജരാകാനും കോടതി നിർദ്ദേശം. തലകുനിച്ച് കേരളം. വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട 2 പെൺകുട്ടികളും ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി പോലീസ്. കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശാസ്ത്രീയ പരിശോധനയിലും ഇക്കാര്യം തെളിഞ്ഞതായി തൃശൂർ റേഞ്ച് IG. സംഭവത്തിൽ ബന്ധു ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. പെൺകുട്ടികളെ ബന്ധു നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി അമ്മയുടെ മൊഴി. അതിനിടെ വയനാട് യത്തീംഖാനയിൽ 6 പെൺകുട്ടികളെ മാനഭംഗത്തിന് ഇരയാക്കിയ കേസിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ക്രൂരമായി പീഡിപ്പിച്ചതിന് പിടിയിലായത് യത്തീംഖാനയ്ക്ക് സമീപമുള്ള കടയിലെ 2 ജീവനക്കാരും 4 പ്രദേശവാസികളും. സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും യത്തീംഖാന അധികൃതർ. അതേസമയം വൈദികൻ പ്രതിയായ കൊട്ടിയൂർ പീഡനക്കേസിൽ ഓർഫനേജ് സൂപ്രണ്ട് സിസ്റ്റർ ഒലീഫയുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെ അതുവരെ നടപടി ഒഴിവാക്കാൻ നിർദ്ദേശം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ. പവൻ 22,000 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.